പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസമായി നിങ്ങളുമായിട്ട് വചനം പങ്കുവച്ചിട്ട് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി. ഇന്ന് നാം പഠിക്കുന്നത് The first book of Samuel, chapter 3, verse 10. സാമുവൽ പ്രവാചകന്റെ 1-ാം പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. നമുക്കെല്ലാവർക്കും കേട്ട് സുപരിചിതമായൊരു വചനമാണ്. അതിങ്ങനെയാണ്: അപ്പോൾ കർത്താവ് വന്നു നിന്നു, മുമ്പിലത്തെ പോലെ സാമുവേലിനെ വിളിച്ചു. അതെങ്ങനെയാണ് വിളിക്കുന്നത്? അപ്പോൾ കർത്താവ് വന്നു നിന്നു, മുമ്പിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ഈ വചനം നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്നു, മുമ്പിലത്തെ പോലെ. അതിന് മുമ്പ് കർത്താവ് രണ്ട് പ്രാവശ്യം വിളിച്ചു. ഇപ്പോൾ വീണ്ടും വിളിക്കുകയാണ്. സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. Now the Lord came and stood there, calling as before, Samuel, Samuel. And Samuel said, Speak, for your servant is listening. കർത്താവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ പ്രശ്നം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മൾ പലരുടെയും സ്വരം കേൾക്കുന്നുണ്ട്. ഒരുപാട് ഇന്നത്തെ കാലത്ത് സ്വരങ്ങളുടെ വളരെ അതിപ്രസരമാണ് അല്ലേ? എവിടെ നോക്കിയാലും ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ്. We are bombarded with noise. നമ്മൾ ഒരുപാട് ശബ്ദങ്ങളുടെ നടുവിലാണ്. പക്ഷെ കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കർത്താവിനോട് സംസാരിക്കുമോ? തീർച്ചയായിട്ടും സംസാരിക്കും. ശാന്തതയിൽ നാം കേൾക്കുന്ന സ്വരത്തിൻ്റെ മുകളിലായിട്ട് കർത്താവ് ഒരിക്കലും ഷൗട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും നാം കേൾക്കുന്ന ശബ്ദത്തിൻ്റെ മുകളിൽ കർത്താവ് ഷൗട്ട് ചെയ്ത് നമ്മെ വിളിക്കും എന്ന് നാം വിചാരിക്കരുത്. ശാന്തതയിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒന്ന് ശാന്തരാക്കി കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിക്കും. അത് ആരോടെന്നില്ല, എന്നോടും നിങ്ങളോടും സംസാരിക്കും. കേൾക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. അത്രയേ ഉള്ളൂ. കേൾക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. കർത്താവിൻ്റെ വചനം, കർത്താവ് എന്നെ വിളിക്കും, നിങ്ങളെ വിളിക്കും. ആ വിളി കേൾക്കാൻ ഒന്ന് കാതോർത്താൽ എത്ര സുന്ദരം. കർത്താവ് പറയുന്ന വചനങ്ങൾ അനുസരിച്ചാൽ ആ ലൈഫ് വിൽ ബി ചേഞ്ച്. നമ്മുടെ ജീവിതം തന്നെ മാറും. നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ ഈ വചനം പഠിക്കണേ. അപ്പോൾ കർത്താവ് വന്ന് നിന്നു, മുമ്പിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. The Lord called as before, Samuel, Samuel. And Samuel said, Speak, your servant is listening. Amen.